എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സമ്പൂർണ്ണ പ്ലസ്സിൽ എങ്ങനെയാണ് രക്ഷിതാക്കൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ആണ്. നമുക്കറിയാം, സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും പുതിയൊരു സോഫ്റ്റ്വെയറാണ് സമ്പൂർണ്ണ പ്ലസ്. സ്കൂൾ പ്രധാന അധ്യാപകനും അതുപോലെ തന്നെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരേ സമയം യൂസ് ചെയ്യുന്ന, പല ഉപയോഗങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയറാണ് സമ്പൂർണ്ണ പ്ലസ്. അപ്പോൾ സമ്പൂർണ്ണ പ്ലസ് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൽ എങ്ങനെ ഒരു രക്ഷിതാവിന് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധിച്ച് കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സമ്പൂർണ്ണ പ്ലസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിലേക്കാണ് പോവേണ്ടത്. പ്ലേ സ്റ്റോർ തുറന്ന് അവിടെ സമ്പൂർണ്ണ പ്ലസ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സമ്പൂർണ്ണ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്ത് ഗോ കൊടുത്താൽ നമുക്ക് ഇതുപോലെ സമ്പൂർണ്ണ പ്ലസിൻ്റെ ഒരു ആപ്പ് കാണാം, കൈറ്റിൻ്റെ. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് വന്നതിന് ശേഷമാണ് ബാക്കി നടപടിക്രമങ്ങൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. സമ്പൂർണ്ണ പ്ലസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ വരിക, സമ്പൂർണ്ണ പ്ലസ് എന്നുള്ള. അവിടെ സെലക്ട് യുവർ റോൾ എന്നുള്ള ഇടത്തിൽ നമ്മൾ പേരൻറ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. 3 ഓപ്ഷനാണ് അവിടെ ഉണ്ടാവുക: ടീച്ചർ, HM, അതേപോലെ പേരൻറ്റ്. അങ്ങനെ നമ്മൾ പേരൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് താങ്കൾ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവിടെ നമ്മൾ സൈൻ അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കൂളിൽ ഉള്ള സമ്പൂർണ്ണയിൽ നമ്മൾ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വേണം നമ്മൾ സമ്പൂർണ്ണ പ്ലസ് ഓപ്പൺ ചെയ്യുവാൻ. അതായത് സ്കൂളിലെ സമ്പൂർണ്ണയിൽ നിലവിൽ പേരൻറ്റിൻ്റെ ഫോൺ നമ്പർ, രക്ഷിതാവിൻ്റെ ഫോൺ നമ്പർ ഏതാണെന്ന് ക്ലാസ് അധ്യാപികയോടോ അല്ലെങ്കിൽ HMനോടോ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ നമ്പർ തന്നെ കൊടുക്കണം. ഇനി ഒരു നമ്പർ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഏത് നമ്പറാണോ കൊടുക്കേണ്ടത് ആ നമ്പർ ഒന്ന് സമ്പൂർണ്ണയിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്കൂളിലെ ക്ലാസ് ടീച്ചറോടോ പ്രധാന അധ്യാപകനോടോ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ മൊബൈൽ നമ്പർ സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ നമ്പറിലേക്ക്, അതായത് സമ്പൂർണ്ണയിൽ സ്കൂൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 5 അക്കമുള്ള OTP ആണ് മൊബൈലിലേക്ക് വരിക. അപ്പോൾ നമ്മളത് ആ OTP സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഇൻ്റർഫേസിലേക്ക്, ഇതുപോലുള്ള ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നമ്മൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മുടെ പേര് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ മെയിൽ ID, നമ്മുടെ ഒരു മെയിൽ ID അവിടെ നമ്മൾ നൽകുക. മെയിൽ ID നൽകിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ വീണ്ടും ഒന്നുകൂടി അവിടെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി മുതൽ സമ്പൂർണ്ണ പ്ലസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് ആവശ്യമുണ്ട്. ആ പാസ്വേഡ് നമുക്ക് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു പാസ്വേഡ്, ഒരു 8 അക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യണം. ആദ്യം ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി കൺഫേം ആയിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നമ്മൾ ഓക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പാസ്വേഡ് അടിച്ച് നമ്മൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ്, ഒരു പോപ്പപ്പ് മെസ്സേജ് അവിടെ വരും, രജിസ്ട്രേഷൻ ഈസ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട്. തുടർന്ന് നമുക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് തുറക്കാവുന്നതാണ്. യൂസർ നെയിം എന്നുള്ളത് നമ്മുടെ മൊബൈൽ നമ്പറാണ് അടിക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂസർ നെയിം എന്നുള്ളത് നമ്മുടെ മൊബൈൽ നമ്പർ, പാസ്വേഡ് നമ്മൾ തൊട്ട് മുമ്പ് സെറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരും. അപ്പം നമ്മളുടെ മക്കളുടെ, ഏത് മകനാണോ സ്കൂളിലുള്ളത് അവരുടെ ഒരു പ്രൊഫൈലിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അവരുടെ സ്കൂളിൻ്റെ പേര് അവിടെ ഉണ്ടാവും, ക്ലാസ് അവിടെ ഉണ്ടാവും, അതേപോലെ തന്നെ അവരുടെ അഡ്മിഷൻ നമ്പർ, അതേപോലെ മെസ്സേജ് ഉണ്ടാവും, അതുപോലെ എക്സാംസ് ഉണ്ടാവും.
ഈ ഒരു ഓപ്ഷൻസൊക്കെ അതിനകത്തുണ്ടാവും. ഇനി നമുക്ക് എക്സാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ അവസാനത്തെ പരീക്ഷയുടെ റിസൾട്ട് അവിടെ കാണാവുന്നതാണ്. അതിന് നമുക്ക് അവിടെ വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ പരീക്ഷയുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും മാർക്ക് അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. മെസ്സേജ് എന്നുള്ളത് ടീച്ചേഴ്സിനും രക്ഷിതാക്കൾക്ക് ഇൻഡിവിജ്വൽ മെസ്സേജ് അയക്കാനുള്ളതാണ്. ആ മെസ്സേജുകളൊക്കെ നമുക്ക് അപ്ഡേറ്റ് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഹാജറും അവിടെ നമുക്ക് പരിശോധിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ ഒരു സമ്പൂർണ്ണ പ്ലസ് ഉപകാരമാവുന്നതിനുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.